കഴുകിയിട്ട് ആ വെള്ളം പോവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൊട്ടയാണിത്. ഇത് റൗണ്ടിലും സ്ക്വയറിലും അവൈലബിൾ ആണ്. ഇത് നമ്മുടെ വീട്ടിലോട്ടൊക്കെ ഉപയോഗിക്കുന്ന ചരിവം എന്ന് പറയുമ്പോൾ ചെറുത് തൊട്ട് വലുത് വരെ സെറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് തന്നെ പ്ലെയിൻ ആയിട്ടുള്ളതുകൊണ്ട് 5 തട്ടാണ് നമ്മുടെ കയ്യിലുള്ള. അതിനുള്ള ഇഡ്ഡലിപ്പാന എന്നാണ് ഈ ഐറ്റത്തിന്റെ പേര് വന്നത്. പാചകം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ പാചകവാദവും കൂടി ലാഭിക്കണമെങ്കിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നമ്മൾ മെയിനായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് പാചകം അല്ലെങ്കിൽ ഇന്ധനം നമുക്ക് ലാഭിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഒന്ന്. അപ്പം നമുക്കിന്ന് സ്റ്റീൽ പാത്രങ്ങളും അവയുടെ ഉപയോഗങ്ങളും, കാരണം ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ആ ഐറ്റംസിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്, നമസ്കാരം. അപ്പം ഞാനിന്ന് എത്തിയിരിക്കുന്നത് ഭവാനി മാർക്കറ്റിംഗ് ആണ്. ഇവിടെ സ്റ്റീലിന്റെ ഒക്കെ ഹോൾസെയിലാണ്. സ്റ്റീൽ പാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാചകത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കൂടുതലും ഹോൾസെയിൽ റേറ്റിലാണ് ഈ സാധനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇതിന്റെ പ്രോഡക്ട്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടുത്തെ ഓണറോട് ചോദിച്ച് മനസ്സിലാക്കാം. അതെന്തായാലും നമ്മൾ ഇന്ന് ഈ വീഡിയോയിലേക്കാണ് പോകുന്നത്. ലെറ്റ്സ് വാച്ച് ഇറ്റ്. ഇവരൊരു മാനുഫാക്ചറോടുകൂടിയാണ്. അതുകൂടാതെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട്. ഇപ്പം വീട്ടാവശ്യങ്ങൾക്കും അതേപോലെ തന്നെ കച്ചവടക്കാർക്കും ഒക്കെ വെസൽസിൻ്റെ ഒരുപാട് ലാർജസ്റ്റ് കളക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും നമുക്ക് വീഡിയോയിലൂടെ കാണാം. കിച്ചൺ വെയർ, കുക്ക് വെയർ, അതേപോലെ തന്നെ ഈ ഹോട്ടൽസിലേക്കൊക്കെ വേണ്ട സാധനങ്ങൾ, അതേപോലെ ഈ നമ്മുടെ കേറ്ററിംഗ് സർവീസിന് വേണ്ട ഐറ്റംസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പ്രോഡക്ട്സും അതേപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. നമ്മുടെ ഷോപ്പിന്റെ പേര് ഭവാനി മാർക്കറ്റിംഗ് എന്നാണ്. നമ്മുടെ MG റോഡ് സൗത്ത് ബസ് സ്റ്റാൻഡിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. AL ജേക്കബ് റോഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. നമ്മളിപ്പോ സ്റ്റീലിന്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട്. നമുക്ക് അഹമ്മദാബാദിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി റീസണബിൾ റേറ്റിൽ കസ്റ്റമേഴ്സിന് നമ്മുടെ വെസൽസ് ഐറ്റംസ് ഒക്കെ സപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്കിവിടെ 36 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ പാർട്ടികൾക്ക് കുറച്ചും കൂടി നല്ല റീസണബിൾ റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മളുടെ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ വീട്ടിലോട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കിച്ചൺ ഐറ്റംസ്, പാത്രങ്ങള്, അതുപോലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ലഞ്ച് ബോക്സ്, കറി പാത്രങ്ങള്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസിന്റെ വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു പ്രൊഡക്റ്റിന്റെ പേര് ടാങ്കോ ഡിഷ് എന്നാണ്. അത്യാവശ്യം നല്ല എയർ ടൈറ്റ് ആയിട്ട് പ്രൊഡക്ട്സ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിൽ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. കറികളായാലും അല്ലെങ്കിൽ എന്തെങ്കിലും കിച്ചണിലെ സ്റ്റോക്ക് ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് എടുത്തു വയ്ക്കാം. ഇത് നമ്പർ 2 ആണ്. ഇതാണ് ഏറ്റവും ചെറുത്. ഇത് തൊട്ട് 8 നമ്പർ വരെ വലിയ വലിയ സൈസുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതിപ്പോ ഡബ്ബയുടെ സെറ്റാണ്. ഇതിലിങ്ങനെ ഒരു സിൽവർ ഡൈൻ ഡിസൈൻ വരുന്നുണ്ട്. ഇതിനകത്ത് 4 പീസ് സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിപ്പോ നമ്മുടെ വീട്ടിലോട്ട് ഇഡ്ഡലി അല്ലെങ്കിൽ ഇടിയപ്പം, അടയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഇഡ്ഡലിപ്പാന എന്നാണ് ഈ ഐറ്റത്തിന്റെ പേര് വന്നിട്ട്. ഇതിപ്പോ ഏറ്റവും ചെറിയ സൈസാണ് നമ്മളുള്ളത്. സ്മോളില് 2 തട്ട്, ഇത് തന്നെ 3 തട്ട് ഉണ്ട്. പിന്നെ വലുതിലും 2 തട്ട് 3 തട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും. ഇത് നമ്മൾ ചോറൊക്കെ ഊറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കൈവടി എന്നാണ് ഈ ഐറ്റത്തിന്റെ പേര്. ഇത് ചെറുത് തൊട്ട് വലുത് വരെ അവൈലബിൾ ആണ്. ഇതിനേക്കാളും ചെറിയ സൈസ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് തന്നെ ഈ ഹാൻഡിൽ ഇല്ലാത്തത് കൊണ്ട് ഹാൻഡിലുള്ള ഐറ്റവും നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ. ഈ 2 മോഡലാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ വീട്ടിലോട്ടൊക്കെ മെയിൻ ആയിട്ട് ചോറ് ഊറ്റാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ കൈവടി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു ഐറ്റത്തിന് പറയണ ആപ്പിൾ ഡബ്ബ എന്നാണ്. 7 തൊട്ട് 12 വരെ നമ്മുടെ കയ്യിൽ സൈസ് അവൈലബിൾ ആണ്. നമ്മുടെ കിച്ചണിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇട്ട് വെക്കാനായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് സ്റ്റോറേജ് ചെയ്യാൻ പറ്റിയ ഒരു പാത്രമാണ് ഇത്. വീട്ടില് അമ്മമാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ഡബ്ബ. ഇതിപ്പോ കറി ഡബ്ബികളാണ്. ഇതെല്ലാം ഡസൻ സെറ്റിലാണ് നമ്മളിപ്പോ കൊടുക്കുന്നത്. 1, 2, 3 എന്ന് പറഞ്ഞ പേരുകളുണ്ട്. അതനുസരിച്ച് സൈസിന് ഡിഫറൻസ് ഉണ്ടാവും. കറി ഡബ്ബി തന്നെ വെറൈറ്റി മോഡലുകൾ ഉണ്ട്. ഇതുപോലെ പ്രസ്സിംഗ് ഉള്ളുണ്ട്, ത്രെഡ് ഉള്ള ടൈപ്പ് ഉണ്ട്, അതുപോലെ കുറച്ചും കൂടി നീളം കൂടിയ ടൈപ്പ്, അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ കറി ഡബ്ബി മാത്രം നമുക്കുണ്ട്.
ഇത് നമ്മുടെ കാപ്പിയൊക്കെ കുടിക്കുന്ന കോഫി ഡബറ എന്നാണ് ഈ ഐറ്റത്തിന് പറയുന്ന പേര്. നമ്മുടെ കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽസിലും കാര്യങ്ങളിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും. ഇതിന്റെ തന്നെ 3 സൈസിലുണ്ട്. ഇതിപ്പോ ഏറ്റവും വലുതാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിന്റെ ചെറുത്, അതിന്റെ ചെറുത്, അങ്ങനെ 3 സെറ്റ് ആയിട്ടാണ് നമ്മുടെ കയ്യിൽ ഈ ഒരു ഐറ്റം വരുന്നത്. ഇതിപ്പോ ഡബ്ബ സെറ്റ് ആണ് വരുന്നത്. ഇതിന്റെ അകത്ത് കൊറേ പീസ് ഉണ്ടെന്ന് ഇതിനകത്ത് 5 പീസ്. ഈ ഒരു ഐറ്റത്തിൽ തന്നെ ഇതിന്റെ ചെറുത്, അതിന്റെ ചെറുത്, അതിന്റെ ചെറുത്, അങ്ങനെ 5 പീസ് സെറ്റ് ആയിട്ടാണ് വന്നത് കേട്ടോ. 10x14 ഈ ഒരു സെറ്റിന്റെ പേര് വന്നിട്ട് 10 തൊട്ട് 14 സൈസ് വരെ ഈ ഒരു സെറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇത് നമ്മള് ചോറൊക്കെ ഊറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കൈവടി എന്നാണ് ഈ ഐറ്റത്തിന്റെ പേര്. ഇത് ചെറുത് തൊട്ട് വലുത് വരെ അവൈലബിൾ ആണ്. ഇതിനേക്കാളും ചെറിയ സൈസ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് തന്നെ ഈ ഹാൻഡിൽ ഇല്ലാത്തത് കൊണ്ട് ഹാൻഡിലുള്ള ഐറ്റവും നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ കുഞ്ഞി പിള്ളേർക്കൊക്കെ ചോറ് കൊടുക്കാനായിട്ട് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ട് നമ്മൾ ചെയ്യിച്ചാണ് ഇത്. ബേബി ഭോജൻ പാത്ര എന്നാണ് ഈ ഐറ്റത്തിന് പറയുന്ന പേര്. അത് കുറച്ച് സ്മൈലി ആയിട്ടും സമൂസ ടൈപ്പ് ഒക്കെ കൊച്ചുങ്ങൾക്ക് കുറച്ചും കൂടി അട്രാക്ഷൻ വരുന്ന രീതിയിൽ 2 ഹോളിന്റെയും ഉണ്ട്, 3 ഹോളിന്റെയും ഉണ്ട്. അപ്പൊ പിള്ളേര് കുറച്ചും കൂടി നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കാനൊക്കെ പിള്ളേർക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും ഇങ്ങനത്തെ ഐറ്റംസ്. ഇത് നമുക്ക് സ്റ്റോറേജിന് വേണ്ടി കറികളൊക്കെ സെർവ് ചെയ്യുകയും ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. നല്ല അത്യാവശ്യം ടൈറ്റില് എയർ ടൈറ്റില് ഇരിക്കുകയും ചെയ്യും. ഇത് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. ഇത് നമ്മുടെ ടിഫിൻ കൊണ്ടുപോകാൻ പറ്റിയ ടൈപ്പ് ടിഫിൻ ബോക്സുകളാണ്. പല വെറൈറ്റി മോഡലുകളിൽ പല സൈസിലുണ്ട്. ഇതെല്ലാം വേറെ വേറെ സൈസിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരുപാട് ഫുഡ് കഴിക്കുന്നവരുണ്ടാവും, കുറച്ച് കഴിക്കുന്നവരുണ്ടാവും. അപ്പം അതനുസരിച്ച് നമുക്ക് ഐറ്റം സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ കട്ട്ലറി ഹോൾഡർ ആണ്. ഇത് പീസ് സെറ്റ് ആയിട്ട് നമുക്ക് റീസണബിൾ റേറ്റിൽ കൊടുക്കാൻ പറ്റും. സ്പൂണും അതുപോലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും. ചെറുത് തൊട്ട് വലുത് വരെയൊക്കെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ബേബി സൈസിലുള്ള തൂക്കിന്റെ സെറ്റ് ആണ്. ഇത് തന്നെ വലിയ വലിയ സൈസുകളിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പാല്, പായസം അതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിൽ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. പ്രൊഡക്റ്റിന്റെ പേര് മഥർ ബക്കറ്റ് എന്നാണ്. ഇത് ഹോട്ടൽസിലോട്ടാണ് കൂടുതലും കൊണ്ടുപോകുന്നത്. കറികളൊക്കെ സെർവ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി കാണാനും ക്യൂട്ടായിട്ടിരിക്കും ഈ ഒരു ഐറ്റം. നമുക്ക് വീടുകളിലും വേണമെങ്കിൽ ജസ്റ്റ് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഒരു വെറൈറ്റിക്ക് സെർവ് ചെയ്യാൻ നല്ലതാണിത്. ഇത് നമ്മുടെ അഗർബത്തി സ്റ്റാൻഡാണ്. അഗർബത്തീസ് ഇതിൻ്റെ അകത്ത് ഇതുപോലെ വെച്ചിട്ട് വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും. വീട്ടിലൊരു മൂലൊക്കെ ആയിട്ട് നമുക്ക് വയ്ക്കാം. പക്ഷേ നല്ല സ്മെല്ല് ഫുള്ളായിട്ട് നല്ല അടിപൊളിയായിട്ട് സ്പ്രെഡ് ചെയ്യും. ഊത് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും. ഷോപ്സിലേക്കും വീടുകളിലേക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇത് വേറൊരു മോഡല് കട്ട്ലറി ഹോൾഡർ ആണ്. ഇത് കുറച്ചും കൂടി റേറ്റ് കുറവിൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ കയ്യിലുള്ള ജഗ്ഗിന്റെ ഒരു വെറൈറ്റി ആണ്. ഇതിന് പറയുന്ന പേര് ലെയർ ജഗ് എന്നാണ്. ഹിന്ദി ആ ഒരു സ്ലാങ്ങിലോട്ട് ആകുമ്പോൾ ലഹർ ജഗ് എന്ന് പറയും. ഇതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ജഗ്ഗുകൾ നമ്മുടെ കയ്യിൽ കുറെ അവൈലബിൾ ആണ്. ഇത് നമ്മൾ വീട്ടിലോട്ട് ചായക്കൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് കപ്പാണ്. അപ്പൊ ഇത് ചെറുതോട്ട് വലുത് വരെയുണ്ട്. അപ്പൊ ഇതൊരു സെറ്റായിട്ടാണ് റീറ്റെയിൽ കസ്റ്റമർക്ക് നമ്മൾ ലൂസായിട്ടും ഇത് കൊടുക്കാറുണ്ട്. ഇത് ജസ്റ്റ് ഹാൻഡിൽ ഇതുപോലത്തെ ടൈപ്പാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് തന്നെ ഹാൻഡിൽ കുറച്ചും കൂടി പൈപ്പ് ടൈപ്പ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള വേറൊരു മോഡലും കൂടി നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് സ്പെഷ്യൽ മഗ് എന്നാണ് ഈ ഐറ്റത്തിന്റെ പേര്. ഇത് 7 തൊട്ട് സൈസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. 7 to 12 സൈസ് വരെ നമ്മുടെ കയ്യിലുണ്ട്. ഇത് തന്നെ കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയ ബേബി മഗ് എന്ന് പറഞ്ഞിട്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞ ചെറിയ സൈസിൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്കൊരു ചായ അല്ലെങ്കിൽ കാപ്പി അങ്ങനെയൊക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഈ സൈസ് ഓക്കെ ആയിരിക്കും. അപ്പൊ ഇത് നമ്മുടെ ഓൺ ബ്രാൻഡിൽ തന്നെയാണ് ഈ പ്രോഡക്ട്സ് എല്ലാം വന്നത്. മഹാസാഗർ എന്നാണ് നമ്മുടെ ഓൺ ബ്രാൻഡിന്റെ പേര്.
ഇത് നമ്മുടെ ലഞ്ചിനൊക്കെ കൊണ്ടുപോകുന്ന ടിഫിൻ കാരിയർ ആണ്. ഇതിപ്പോ 5 തട്ടാണ് നമ്മുടെ കയ്യിലുള്ള 5 തട്ട് 2 തട്ട് വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. എല്ലാ സൈസും നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമ്മുടെ ബേക്കറിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സ്വീറ്റ്സ് ഒക്കെ സെർവ് ചെയ്യണ ട്രേ ആണ്. നമ്മുടെ വീടുകളിലാണെങ്കിലും പെട്ടെന്നൊരു ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ചായയും അതുപോലെ പലഹാരമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സെർവ് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. ഇത് 4 സൈസിൽ അവൈലബിൾ ആണ്. ഇത് ഏറ്റവും ചെറുതാണ്, ഇതിന്റെ വലുത്, അതിന്റെ വലുത്, അങ്ങനെ 4 സൈസിൽ നമ്മുടെ അടുത്ത് ഈ ട്രേ അവൈലബിൾ ആണ്. എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഐറ്റത്തിന്റെ പേര് വന്നിട്ട് റൈസ് പ്ലേറ്റ് എന്നാണ്. ഇത് തന്നെ 3 സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. 10, 11, 12 അങ്ങനെ 3 സൈസിലാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് പ്ലേറ്റ് ഇത് മാത്രമല്ല വേറെ ടൈപ്പും ഒരുപാട് വെറൈറ്റി പ്ലേറ്റുകൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇത് നമ്മുടെ വീട്ടിലോട്ടൊക്കെ ഉപയോഗിക്കുന്ന സ്പൂണുകളാണ്. ചെറുത് തൊട്ട് വലുത് വരേണ്ട. ഏറ്റവും ചെറുത് കോഫി, ടീ, ബേബി, ഡെസേർട്ട്, ടേബിള്. ഇത് നമ്മുടെ സോഡയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് സ്പൂണാണ്. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്ന, ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റിയ പീലേഴ്സ് ആണ്. ഇതൊക്കെ നല്ല ചീപ്പ് റേറ്റിൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ അതുപോലെ കത്തികളും അങ്ങനെയുള്ള പീലേഴ്സ് എല്ലാം ഇവിടെ ഒന്നിച്ച് നമുക്ക് എടുക്കാം. നല്ല റേറ്റ് ശരിക്ക് താത്ത് റീസണബിൾ ഒരു റേറ്റിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്ന കുറേ നല്ല കളക്ഷൻസ് ഉണ്ട്. ഇത് നമ്മുടെ ഹോട്ടൽസിലോട്ട് കൊണ്ടുപോകുന്ന പ്ലെയിൻ ആയിട്ടുള്ള ബക്കറ്റാണ്. നേരത്തെ കണ്ട കുറച്ചുകൂടി ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഇത് പ്ലെയിൻ ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് റേറ്റ് കുറവിൽ സപ്ലൈ ചെയ്യാൻ പറ്റും. ചട്നി, സാമ്പാർ അതുപോലുള്ള ഐറ്റംസ് കൊണ്ടുപോകുന്ന ചെറിയ ടൈപ്പ് ബക്കറ്റാണ്. ഇതിൻ്റെ തന്നെ വലിയ ബക്കറ്റ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഈ കാറ്ററിംഗുകാരൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പും അവൈലബിൾ ആണ്. നമ്മ കടയിലൊക്കെ ഇറച്ചിയൊക്കെ തൂക്കി ഇടുന്ന ടൈപ്പ് മീറ്റ് തൂക്കാണ് ഇത്. ഇത് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇത് ഹുക്ക്, ഈ പഴക്കൊല അതുപോലുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതുപോലത്തെ ഹുക്കിൽ തൂക്കിയിടാം. ഇത് കുഞ്ഞി പിള്ളേർക്ക് തൊട്ടി കെട്ടുമ്പോൾ തൂക്കിയിടുന്ന ക്രാഡിലിന്റെ ഹുക്കാണിത്. നമ്മുടെ വീട്ടിൽ ചട്നികളോ അല്ലെങ്കിൽ കറികളോ അങ്ങനെയൊക്കെ സെർവ് ചെയ്യാവുന്നതിന് ഇതിപ്പോൾ ഏറ്റവും ചെറിയ പീസാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് തൊട്ട് വലിയ സൈസ് 12 സൈസ് വരെയുള്ള പീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ലൈറ്റ് വെയിറ്റും ഉണ്ട്, അതിൻ്റെ തന്നെ ഹെവി വെയിറ്റ് പീസ് നമ്മുടെ കയ്യിലുണ്ട്. പാത്രമൊക്കെ കഴുകിയിട്ട് ആ വെള്ളം പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൊട്ടയാണിത്. ഇത് നമ്മുടെ വീട്ടിലോട്ടൊക്കെ പാത്രമൊക്കെ കഴുകിയിട്ട് ഊറ്റാൻ വയ്ക്കുന്ന ആ ഒരു ബാസ്ക്കറ്റ് ആണ്. ഇത് റൗണ്ടിലും സ്ക്വയറിലും അവൈലബിൾ ആണ്. ഇതിപ്പോൾ ചെറിയ സൈസാണ്. ഇതിന്റെ വലിയ സൈസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ വീട്ടിലോട്ടൊക്കെ ഉപയോഗിക്കുന്ന ചരിവം എന്ന് പറയുമ്പോൾ ചെറുത് തൊട്ട് വലുത് വരെ സെറ്റായിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് തന്നെ പ്ലെയിൻ ആയിട്ടുള്ളതുകൊണ്ട് ഒരു സിൽവർ ടച്ച് കൊടുത്ത് ഡിസൈൻ ഉള്ള ടൈപ്പും ചരിവങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ ഉരുളികൾ പ്ലെയിൻ ആയിട്ട് സ്റ്റീലിന് മാത്രമായിട്ടുള്ളതുകൊണ്ട് അടിയിലൊരു കോപ്പർ പോളിഷ്, ഒരു ഫിനിഷ് വരുന്ന ടൈപ്പും ഉരുളികളുണ്ട്. ഈ സെയിം സാധനം തന്നെ സോസ് പാനിലുണ്ട്. സോസ് പാനിൽ നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് പ്ലെയിൻ ആയിട്ടുള്ള സോസ് പാൻ ആയിരുന്നു. അത് കുറച്ചും കൂടി സിൽവർ ടച്ച്, ഒരു സിൽവർ റൗണ്ട് ഒക്കെ ഉള്ള ഡിസൈൻ ഉള്ള ടൈപ്പ് നമ്മുടെ കയ്യിൽ സോസ് പാൻ അവൈലബിൾ ആണ്. പിന്നെ മുന്ത, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പുകൾ, പിന്നെ അതുപോലത്തെ നമ്മുടെ ഡബ്ബ എന്ന് പറയുമ്പോൾ ചെറുത് തൊട്ട് ഏറ്റവും വലിയ സൈസ് വരെ ഉണ്ട്. 7 തൊട്ട് 24 സൈസ് വരെ നമ്മുടെ കയ്യിൽ ഡബ്ബ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ കയ്യിലുള്ള വെറൈറ്റി ഗ്ലാസ്സുകളാണ്. ഇതിന്റെ തന്നെ പല പല സൈസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഈ വലുത് വന്നിട്ട് ലെസ്സി ഗ്ലാസ് എന്നാണ് ഇതിന്റെ പേര് വന്നിട്ട്. ഇത് പ്ലെയിൻ ഗ്ലാസ്, നമ്മുടെ വെള്ളമൊക്കെ കുടിക്കാൻ പറ്റില്ലേ. മറ്റേത് ജ്യൂസ് ഗ്ലാസ്, നമുക്ക് സെർവിങ്ങിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാം. മറ്റേ ഏറ്റവും ചെറുതുള്ള കുഞ്ഞു പിള്ളേർക്ക് ചായ കൊടുക്കാൻ അതൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും അങ്ങനത്തെ ഗ്ലാസ്. ഇതെല്ലാം ചെറുത് തൊട്ട് വലുത് വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതേപോലെ നിങ്ങളുടെ കിച്ചണിലേക്ക് അതേപോലെ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ പറ്റിയ പാത്രങ്ങൾ മേടിക്കാനുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം ന്യായമായ വിലയ്ക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ സ്റ്റീലിൻ്റെ കുറേ നല്ല കളക്ഷൻസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. മുകളിലിരിക്കുന്നത് ഫുൾ കഞ്ഞി കുടിക്കുന്ന പാത്രത്തിന്റെ വെറൈറ്റി മോഡലുകളും അതുപോലെ സൈസുകളാണ്. 8 തൊട്ട് 12 സൈസ് വരെ നമ്മുടെ അടുത്ത് വലിപ്പം അനുസരിച്ച് അവൈലബിൾ ആണത്. അപ്പോൾ എന്തായാലും വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ സൈൻ ഓഫ് ഷഹാസ്.